നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ വെട്ടിച്ചേമ്പ് കുഴിച്ചു വെക്കുന്നതിന് മുന്നോടിയായി ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പം അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് അടുപ്പിലെ ചാരം കുറച്ച്, അതുപോലെ തന്നെ പച്ച ചാണകം, പിന്നെ വെള്ളം. ചാരം നമുക്ക് ഇതിലോട്ട് മിക്സ് ചെയ്യാം. ഇപ്പം മിക്സ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ കുഴച്ചെടുക്കാം വെള്ളവുമായിട്ട് ചേർത്തിട്ട്. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒരു കുറുകുറ പരുവത്തില്ല, അതായത് ഒരു സ്വല്പം കട്ടി വേണം. കട്ടി ഉണ്ടായാൽ മാത്രമേ നമ്മൾ വെട്ടിച്ചേമ്പ് അതിലോട്ട് മുക്കുമ്പോഴത്തേക്ക് അത് പറ്റി പിടിച്ചിരിക്കത്തുള്ളൂ. അതുപോലെ നല്ലപോലെ കലക്കി കൊടുക്കണം. അപ്പോൾ ഇത് നമ്മൾ ചാണകം എടുത്തതിൻ്റെ കൂട്ടത്തിൽ ആട്ടുംകാട്ടം കിടപ്പുണ്ട്, അതും കൂടെ സ്വല്പം ഇട്ടിട്ടുണ്ട് ഇതിനകത്ത്. സാധാരണ ചാണകം മാത്രമേ എടുത്തുള്ളൂ. ചാണകം, ചാരം ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ കൃമികളും പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ ചാരം ഇടുകയാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് പോകും. അതിന് വേണ്ടിയാണ് ചാരം ഇട്ടേക്കുന്നത്. നല്ലപോലെ നമുക്കിന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ചേമ്പ് നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. ഇട്ട് നല്ലപോലെ എല്ലാ ഭാഗത്തും പിടിക്കുന്ന രീതിയിൽ ഒന്ന് പുരട്ടിയെടുക്കാം. എല്ലാ ഭാഗത്തും എത്തിക്കണം. അത് എത്തിച്ചാൽ മാത്രമേ നല്ല രീതിയിൽ കിളിർക്കുകയുള്ളൂ. കാരണം ഇത് നല്ല രീതിയിൽ കിളിർക്കാൻ വേണ്ടിയാണ് ഇത് പണ്ടൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കുഴിച്ചു വെക്കുന്നതിന് മുന്നേ എല്ലാവരും ചെയ്യുന്നതാണ്. ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കൊക്കെ അറിയാം ഈ കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ആരെങ്കിലുമൊക്കെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. ഇനി നമുക്ക് വെട്ടിച്ചേമ്പ് കട്ട് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന വെട്ടിച്ചേമ്പ് നമുക്ക് ഇതിലേക്ക് മുക്കിയെടുക്കാം. നല്ല രീതിയിൽ തന്നെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നമുക്കതിനെ ഒന്ന് മുക്കിയെടുക്കാം. നല്ല രീതിയിൽ തന്നെ മുക്കിയെടുക്കണം. കണ്ടോ, സ്വല്പം കട്ടിക്ക് ഒഴിക്കണം ചാണകം. ഒരുപാട് വെള്ളം ഒഴിക്കില്ല. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് പിടിക്കത്തില്ല ഇങ്ങനെ. ഇപ്പം നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്, എല്ലാ വശത്തും എത്തിയിട്ടുണ്ട്, ചാണകത്തിൻ്റെ അംശമുണ്ട്. ഇനി അടുത്തത് നമുക്കങ്ങനെ മുക്കിയെടുക്കാം. അങ്ങനെ ഞാൻ എല്ലാം മുക്കിയെടുക്കുക. ഇത് ഏകദേശം ഇങ്ങനെ മുക്കിയെടുത്തിട്ട് വെയിലത്ത് 2 ദിവസത്തോളം വെക്കണം. 2 ദിവസം വെച്ചതിന് ശേഷം മാത്രമേ ഈ വെട്ടിച്ചേമ്പ് നമ്മൾ നടാൻ പാടുള്ളൂ. എന്നാലേ അതിൻ്റെ എല്ലായിടത്തും പിടിക്കുകയും നല്ല രീതിയിൽ വളരുകയും ചെയ്യത്തുള്ളൂ. നല്ല രീതിയിൽ വളരുമെന്ന് വെച്ചാൽ നമ്മൾ ഒരാളിൻ്റെ പൊക്കത്തിൽ ഇത് വളർന്നു വരും ഈ വെട്ടിച്ചേമ്പ് ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ. അതുപോലെ തന്നെ ഈർപ്പമൊക്കെ ഉള്ള മണ്ണിലാണെങ്കിൽ, ഈർപ്പവും സ്വല്പം പശയുള്ള മണ്ണും ഒക്കെ ആണെങ്കിൽ അങ്ങനെ നല്ല രീതിയിൽ പിടിക്കും വെട്ടിച്ചേമ്പിൻ്റെ. നമ്മൾ ഇത് ചെറുതായി ഇപ്പോൾ കാണിക്കുന്നത്. അത് മുറിക്കാതങ്ങ് വെക്കുക. ചെറുതൊക്കെ ഉണ്ടെങ്കിൽ അത് മുറിക്കേണ്ട കാര്യമില്ല. അതുപോലെ വെച്ചിട്ട് ചാണകത്തിൽ മുക്കിയിട്ട് അങ്ങ് വെച്ചാൽ മതി. അതൊക്കെ നല്ലപോലെ കിളിച്ച് വരും. അപ്പം നമ്മളെല്ലാം ഏകദേശം മുക്കിക്കഴിഞ്ഞു. ഇനി ഇത് 2 ദിവസം വെച്ചേക്കണം. 2 ദിവസം വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതിന് ശേഷം മാത്രമേ കുഴിച്ച് വെക്കൂ.